അപ്പോൾ ഇന്നൊരു സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതൊക്കെ നമുക്ക് വറുത്ത് വെക്കാം. അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിയെടുക്കാം. നമ്മളിപ്പം ഒരു കോഴിയുടെ ബിരിയാണിയാണ് വെക്കുന്നത്. അതിലേക്ക് 1.5 കിലോ ഉള്ളി ആ ഉള്ളി വാടി വരുമ്പം അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഉള്ളി നല്ല ബ്രൗൺ കളറായി വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ 2 തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് നല്ലതുപോലെ മിക്സായി ഈ പരുവായതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ ബിരിയാണി മസാല. ഈ 4 ഐറ്റംസ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ വെച്ചെല്ലാം. അതിനുശേഷം നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലതുപോലെ മസാല അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാനായിട്ട് അരി തിളപ്പിക്കാനിട്ടിട്ടുണ്ട്. അതിലേക്ക് എല്ലാ സ്പൈസസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പും വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്തു. നമ്മൾ 1 കിലോ അരിയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ദമ്മിടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. നമ്മൾ പാലിനകത്തേക്ക് യെല്ലോ കളറും അതുപോലെ സഫ്രാനും ഇട്ട് മിക്സ് ചെയ്തിരിക്കുന്നു. അവസാനം ദം ചെയ്യാൻ വേണ്ടി നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ചോറ് ഊറ്റിയ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല, അതിൻ്റെ അടുത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മുന്തിരിങ്ങ, ചിക്കൻ വേവിച്ച എണ്ണയും അതിലേക്ക് നമ്മൾ നെയ്യും മിക്സ് ചെയ്തതാണ്. ഇതെല്ലാം നമ്മൾ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് അടിഭാഗത്തായിട്ട് നമ്മൾ ചിക്കനും അതിൻ്റെ മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 ലെയറായിട്ട് 4 സൈഡിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. മസാലയും കൂടെ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അതിൻ്റെ മേളിലേക്ക് ചോറ് ഇടാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ കൈപ്പത്തി കൊണ്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ അടിയിൽ കറിവേപ്പില ഇടുന്നത് നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ പുതിന, മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. സാഫ്രാൻ അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം മുകളിലേക്ക് എണ്ണയും നെയ്യും കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ദമ്മിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ ദമ്മ് ഇട്ടതിന് ശേഷം ദമ്മ് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഇളക്കി റൈസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഓക്കെ, സിമ്പിൾ ബിരിയാണി.